ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ബേക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ചീസി ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മളെ ഫില്ലിംഗ് ആണെങ്കിലും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഫില്ലിംഗ് ആണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുതേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാവാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 4 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള മൈദ തന്നെ എപ്പോഴും ബേക്കിങ്ങിന് ഉപയോഗിക്കണേ. അപ്പോൾ 4 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് പഞ്ചസാര വേണം. കറക്റ്റ് ടേബിൾ സ്പൂൺ അളവ് പറയുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ നിറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഈസ്റ്റ് എപ്പോഴും നല്ല പുതിയത് തന്നെ ചേർക്കണം കേട്ടോ. എക്സ്പയറി ആയതോ അല്ലെങ്കിൽ വാങ്ങിയിട്ട് കുറച്ച് പഴക്കം വന്നതോ ആയിട്ടുള്ള ഈസ്റ്റ് ചേർക്കാൻ പാടില്ല. അപ്പം നന്നായി കിട്ടൂല. പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്, റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട കേട്ടോ. പിന്നെ 1 കപ്പ് പാല് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പും കൂടെ എടുക്കുന്നുണ്ട്. അത് എത്ര വേണം എന്നുള്ളത് നമുക്ക് കുഴച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്, ബാക്കി അവിടെ വെച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് മെഷീനിലാണ് കുഴച്ചെടുക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് കുറച്ചൊരു സ്റ്റിക്കി ഡോ ആയിട്ടാണ് നമുക്ക് വേണ്ടത്. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. ആദ്യം ഒരു 5 മിനിറ്റ് ഒന്ന് കുഴച്ച് നോക്കുക. എന്നിട്ട് ഇതിൽ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ബാക്കിയുള്ള പാല് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയ സമയത്ത് നല്ല ഹാർഡാണ്, അത് സ്റ്റിക്കി പാകത്തിലൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഞാനിതാ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ അതിൻ്റെ നേർപ്പകുതിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, എത്രത്തോളം വേണമെന്നുള്ളത് നന്നായിട്ട് നോക്കുക, കുഴച്ചിട്ട് നോക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിക്കി പാകത്തിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരു പാകം ഞാൻ കാണിച്ചത് ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു സ്റ്റിക്കി പാകത്തിലാണ് നമുക്ക് വേണ്ടത്. പക്ഷേ കുഴച്ചിട്ട് തന്നെ ഇത് നല്ല സ്മൂത്തായിട്ട് എടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ചേർക്കുന്ന ബട്ടറിൻ്റെ അളവ് എന്ന് പറയുന്നത് 30 ഗ്രാം ആണ് കേട്ടോ. 30 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്, റൂം ടെമ്പറേച്ചറിലുള്ളത്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്നും ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. 30 ഗ്രാം എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ നിറച്ചെടുത്ത് കഴിഞ്ഞാൽ 30 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സിൽക്കി ഡോ ആയിട്ട് കിട്ടണം കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷമാണിത്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. അപ്പം ഈ ഒരു ബേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, മാവ് കുഴയ്ക്കുന്നത് റെഡി ആവാത്തതുകൊണ്ടാണ് ബ്രെഡ് നല്ല ഹാർഡായിട്ട് പോണത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടണമെങ്കിൽ നന്നായിട്ട് കുഴയ്ക്കലാണ് ശ്രദ്ധിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് മാവ് വേണ്ടത്. ഞാനിത് കൈ കൊണ്ടൊന്ന് തൊട്ടിട്ട് കാണിച്ചു തരാം ഇത് എത്രത്തോളം സ്റ്റിക്കി ആണെന്നുള്ളത്. അതാ ഇതിങ്ങനെ വലിയുന്ന സമയത്ത് കണ്ടില്ല, നമ്മൾ കുഴച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ലോ ആയിട്ട് തൊടുകയാണെങ്കിൽ ഇത് ഒട്ടി പിടിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും. ഇത് നമുക്ക് ഒന്ന് പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. ഞാനൊരു 1.5 മണിക്കൂർ വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ടൊരു തണുപ്പ് തുടങ്ങിയോണ്ട് ഒരു 1.5 മണിക്കൂർ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടായി വെച്ചിന് അതിലേക്ക് 1-2 ടീസ്പൂൺ ചെറിയ സ്പൂണാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏതെണ്ണയും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ, നല്ലൊരു സ്മെല്ല് വരും. ഒന്ന് മൂത്ത മണം വന്നു കഴിഞ്ഞാൽ ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് ഞാൻ എടുത്തത്. ഒരു 350 ഗ്രാം ഉണ്ടാവും കേട്ടോ ഞാനെടുത്ത അളവ്. അത് നന്നായിട്ട് ചെറിയ പീസായിട്ട് മുറിച്ച് കഴുകി എടുത്തതാണത്. ഒരു 350 ഗ്രാം ബോൺലെസ് ചിക്കൻ കേട്ടോ. ഏത് പീസായാലും പ്രശ്നമൊന്നുമില്ല, ബോൺലെസ് ആക്കിയാൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പാകത്തിനുള്ള ഉപ്പ്. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാപ്രിക്കയ്ക്ക് പകരം മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയെ. പിന്നെ അതാ നല്ല ജീരകത്തിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മസാലകളൊക്കെ എല്ലായിടത്തും ആവട്ടെ. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളം വറ്റുന്നത് വരെയാണ് പാകം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ വേവിച്ചെടുത്ത ചിക്കനാണിത്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കാണ്. ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാപ്സിക്കാണ് എടുത്തത്, കാരണം അത്യാവശ്യം ചിക്കനും ഉണ്ട്. അപ്പോൾ ഞാനൊരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക, 1 മിനിറ്റ് നേരം കേട്ടോ. ക്യാപ്സിക്കം അങ്ങനെ വല്ലാണ്ട് അങ്ങ് വെന്ത് വരണ്ടിയില്ല, നമുക്കൊരു റോ ടേസ്റ്റ് തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി. അതിൻ്റെ ഒരു പച്ചമണം, പൊടിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പാലിൽ കിടന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക, ഒന്ന് കുറുകി വരണം. നല്ലൊരു എന്താ പറയുക, തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് വരും. അതുവരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആവും കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കൂല. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇതിന് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തള വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് അല്ല മാക്സിമം 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു ഇതൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വരും. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയാൽ മതിയിട്ട് ഒരുപാട് നേരം വറ്റിച്ച് ഇതിനെ ഭയങ്കര ഡ്രൈ ആക്കി എടുക്കരുത്. ഈ ഒരു നനവോട് കൂടി വേണം. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പ് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ആ ഒരു ഇലയും കൂടെ വരുന്ന സമയത്താണ് നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു മസാല ആയിട്ട് വരിക. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതാ ഞാൻ പറഞ്ഞല്ലോ 1 1/2 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള മാവാണിത്. ഇപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഡബിൾ അല്ല, അതിനെക്കാട്ടിലും കൂടി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല മാവായിട്ട് വന്നിട്ടുണ്ടാവും. നല്ല ഫുള്ളായിട്ട് എയർ കടന്നിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ സ്റ്റിക്കി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കയ്യിലൊന്ന് പൊടിയിട്ട് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നല്ല എയറൊക്കെ കടന്നിട്ടുള്ള നല്ല മാവ് ഇവിടെ റെഡി ആയിന്. ഇനിയിപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടിട്ട് ഒരുപാട് ബലം പ്രയോഗിച്ച് ഇതിനെ കുഴച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് എത്ര വലുപ്പത്തിലുള്ള റോളാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പീസായിട്ട് ഇതിനൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒരു നീളത്തിൽ 2 പീസായിട്ട് മുറിച്ചതിന് ശേഷം ഓരോന്നോരോന്ന് ചെറിയ ചെറിയ ബോൾസായിട്ട് ഇതിന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസായിട്ടാണ് വേണ്ടിയെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ അത് ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളിത് ചായക്കടി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരത്തെ നമ്മൾ ചായപലഹാരം എന്ന് പറയില്ല, അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ ഈ എടുത്ത ഉരുളനെ 2 3 ഒക്കെ ആക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഉരുളയാണ് എടുക്കുന്നത്. കാരണം ഡിന്നർ ആയതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെറുതാക്കി ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ചെറിയ ഉരുളായിട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോന്ന് എടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടിയിട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ തന്നെയാണ്. നല്ല വലുതാക്കിയിട്ട് മാക്സിമം അത് പരത്താൻ പറ്റുന്നിടത്തോളം ഒന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തിൻ്റെ ഒരു കട്ടി മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് തിന്നാക്കല്ല, എന്നാലും ചപ്പാത്തിൻ്റെ ആ സെയിം വലുപ്പത്തിൽ. അപ്പോൾ അതാണ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ലോണം തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം നല്ലോണം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചീസിയും കൂടി ആക്കി എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഈ ഒരു മസാല മാത്രം മതി കേട്ടോ. എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് നമ്മൾ ചിക്കൻ റോൾ ആണല്ലോ, അപ്പോൾ ആ ഒരു റോളിൻ്റെ ഷേപ്പിലേക്ക് ഇതിനൊന്ന് മടക്കിയെടുക്കണം. ആദ്യം ഉള്ളോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ റോളായിട്ട് ഇതിനങ്ങനെ ഒന്ന് തിരിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാ ചിക്കൻ റോളും ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. പിന്നെ അടിഭാഗം വരുന്ന ഭാഗം ഒട്ടിക്കൊന്നും വേണ്ട കേട്ടോ. അതിങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ ഇത് സ്റ്റിക്കി ഡോ ആയതുകൊണ്ട് അതപ്പോൾ തന്നെ അങ്ങനെ ഒട്ടിക്കൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ വെള്ളം തൊട്ടുകൊടുക്കുക ഒന്നും വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഇത് ബേക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു കുഴിയുള്ള പാത്രത്തിൽ എടുക്കലാണ് നല്ലത് കേട്ടോ. പരന്ന പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കലാണ് നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ റോളും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് വിട്ട് വിട്ട് വെക്കണം കേട്ടോ. അതാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചത്. ഇതിലിപ്പോൾ ഇത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇട്ടത്. അങ്ങനെ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്നും കൂടെ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷമാണുള്ളത്. ഞാനിപ്പോൾ 2 ട്രയലാക്കിയിട്ടാണ് വെച്ചത് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ നമുക്കൊരു എഗ് വാഷ് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ബട്ടർ, ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മല്ലിച്ചപ്പും പിന്നെ കുറച്ച് വേണ്ടത് ഗാർലിക്, നേരത്തെ അരിഞ്ഞ് വെച്ച ഗാർലിക് ഇല്ല, അതിൽ നിന്ന് 1 ടീസ്പൂണോളം ഗാർലിക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തേച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്ത വേണ്ടി ഒരു മുട്ടൻ്റെ ഉണ്ണി മാത്രമാണ് കേട്ടോ. എഗ് യോക്കാണ്, ഒറ്റൊന്നാണ് എടുത്തത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ റോളാക്കിയതിന് ശേഷം അരമണിക്കൂർ വെക്കാൻ വിട്ടുപോകരുത്. അങ്ങനെ അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇതുപോലെ ഒന്ന് എന്താ പറയുക പൊങ്ങി നല്ല സെറ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് ഈ ഒരു എഗ് യോക്ക് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്. വെളുത്തതോ നിങ്ങൾക്ക് കറുപ്പാണ് ഇഷ്ടമെങ്കിൽ കറുപ്പും ചേർക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ള എള്ളും അതിൻ്റെ മേലെ നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇനി ബേക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ 220 ഡിഗ്രിയിൽ അരമണിക്കൂറാണ് ബേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അതാ നമ്മളെ ചിക്കൻ റോൾ ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്, കാണാനും ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് കഴിക്കാനും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാനാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. എനിക്കങ്ങനെ ചൂടോടുകൂടി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഓവൻ ഇറക്കിയ ഉടനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബട്ടറിൻ്റെ മിക്സ് ഇതിൻ്റെ മേലെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഓവനിൽ എടുത്തപാട് നല്ല ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിങ്ങനെ നന്നായിട്ട് ഈ ഒരു ബട്ടറിൻ്റെ ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് നന്നായിട്ട് ഇതിൻ്റെ മേലെ പുരട്ടി കൊടുക്കുക.
പരട്ടിയതിന് ശേഷം നമ്മളിത് കവർ ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിത് നന്നായിട്ട് കവർ ചെയ്താളാ. ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോയിൽ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ആക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് തൊട്ടാൽ മനസ്സിലാവും. ആദ്യം തൊടുന്ന സമയത്ത് നല്ലൊരു കല്ല് പോലാണ് ഉണ്ടാവുക. പിന്നെ അത് നമ്മൾ ഈ ഒരു ബട്ടർ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇതിനെ നമ്മൾ ഓരോന്നായിട്ട് അടർത്തി എടുക്കട്ടോ. നല്ല സോഫ്റ്റാണ്. ബ്രെഡൊക്കെ ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള ഒരു ബ്രെഡാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. ഞാൻ പിന്നെ ഒന്നുകൂടെ പറയുകയാണ്, ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം നല്ലൊരു ഫില്ലിങ്ങും ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മൾ അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ അടിഭാഗം വല്ലാണ്ടങ്ങ് കരിയാണ്ട് കിട്ടും കേട്ടോ. നല്ല ഭംഗിയിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അടിയിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ചീസി ചിക്കൻ റോളാണിത്. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ ബേക്കിങ്ങിൻ്റെ റെസിപ്റ്റ്സ് വരുന്നില്ലല്ലോ എന്നുള്ള കുറേ ആൾ ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.